എൻ്റെ അപ്പനോ അമ്മയോ, എൻ്റെ ഭാര്യയോ ഭർത്താവോ, എൻ്റെ മകനോ മകളോ മരുമകളോ സഹോദരങ്ങളോ, അവരോടല്ല ദൈവം ഇപ്പോൾ സംസാരിക്കുന്ന ആരോടാണ്? എന്നോടാ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് എന്താണ് ദൈവം ആരംഭത്തിൽ പറയുന്നത്? ഓരോ വ്യക്തികളോടും പറയുകയാണ്. നമുക്ക് ഓരോ വ്യക്തികളും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യ പ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുവിൻ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തികളുടെ അല്ല, ഇവിടെ വന്നിട്ടുള്ള നാം ഓരോരുത്തരുടെയും കരങ്ങളാണ് രക്തപങ്കിലമായിരിക്കുന്നത്, അല്ലേ? നമ്മൾ മനുഷ്യമായി ചിന്തിക്കുന്നത് എന്താണ്? ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇടയ്ക്ക് കൂടെ വചനം കേൾക്കാൻ വന്നിട്ടുള്ള നമ്മളാണ് വരാത്തവരെക്കാളും ശ്രേഷ്ഠർ എന്നുള്ള ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കുമുണ്ട്, അല്ലേ? എല്ലാവർക്കും ഇല്ലേ? ആ മനോഭാവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഉയരുകയില്ല. കാരണം എന്താണ്? എനിക്ക് എന്തെങ്കിലും കൃപയുണ്ടെങ്കിൽ അതെല്ലാം ആരുടെ കാരുണ്യമാണ്? ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം ഒന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും കൃപയും അനുഗ്രഹവും ഉള്ളത് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടാകട്ടെ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91:10 നമ്മൾ വായിച്ചതുപോലെ നമുക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തിൽ വന്ന് ഭവിക്കുകയില്ല. എപ്പോഴാണ്? അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിലൂടെ ഈശോ പറയുന്നു: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ. ഈ വചനം നമുക്ക് കരമുയർത്തി പറയാം: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടത് എന്താകുന്നു? എൻ്റെ അപൂർണതകളെ കുറിച്ച്. എനിക്ക് എൻ്റെ ജീവിതയാത്രയിൽ മനുഷ്യൻ ഇന്നലിലൂടെ കടന്നു വന്ന് ഇന്നിൽ ജീവിച്ച് നാളെയിലൂടെ കടന്നു പോകേണ്ടവനാണ്. എങ്ങോട്ടാണ് കടന്നു പോകേണ്ടത്? എങ്ങോട്ടാണ് കടന്നു പോകേണ്ടത്? നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, പിന്നെ സ്വർഗമുണ്ട്. എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? എത്ര പേര് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്? കൈകളൊന്ന് ഉയർത്തി നോക്കട്ടെ. എല്ലാവരും ഇല്ല അല്ലേ? കുറച്ച് പേര് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നേ. ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ആഗ്രഹിക്കാനുള്ള വഴികൾ എന്തൊക്കെയാ? അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. കരമുയർത്തി പറയാം: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ നാം ഓരോരുത്തരും ആദ്യം അന്വേഷിക്കേണ്ടത് എന്താകുന്നു? IMS ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയുടെ ഏത് ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷൻ വേദിയിലും കടന്നു ചെല്ലുമ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത എന്താണ്? ദൈവരാജ്യം. കരമുയർത്തി പറഞ്ഞേൻ ദൈവരാജ്യം. അപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ വരുന്നത് നമുക്ക് ജോലി ശരിയാകാനാണോ? വിദേശത്ത് പോകാനാണോ? കുഞ്ഞുങ്ങളുണ്ടാവാനാണോ? കടബാധ്യത മാറാനാണോ? വീട് കിട്ടാനാണോ? ലോൺ പാസ്സാകാനാണോ? ബിസിനസ് ഉയരാനാണോ? ഒന്നാമതായിട്ട് അതല്ല, അല്ലേ? അതൊക്കെ ഒരു ആവശ്യങ്ങളാണ്. പക്ഷേ പരമപ്രധാനവുമായിട്ട് കർത്താവിൻ്റെ മക്കളായ നാം ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത എന്താകുന്നു? ദൈവരാജ്യം. അപ്പോൾ എൻ്റെ ജീവിതാന്തസ്സ് ഒരു വൈദിക വൃത്തിയോ സന്യാസമോ അല്ലെങ്കിൽ കുടുംബജീവിതമോ ഏത് ജീവിതാന്തസ്സാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട പരമപ്രധാനവുമായ അഥവാ കാതലായ ചിന്ത എന്തായിരിക്കണം? ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മളിൽ കടന്നു വരേണ്ട ചിന്ത എന്താണ്?
ദൈവരാജ്യം. എൻ്റെ ജീവിതം അതിന് അനുയോജ്യമായ വിധത്തിൽ ഞാൻ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ക്രമപ്പെടുത്താൻ വേണ്ടി ഈശോ നമുക്ക് നൽകുന്ന വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്താകുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷെയ്ക്കിൻ്റെ കൂടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, മുഖത്ത് നോക്ക്, കൈ വിടല്ലേ, കൈ പിടിക്ക്. നീ മുഖത്ത് നോക്കി പറഞ്ഞേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ ക്രൈസ്തവന്റെ മുഖമുദ്ര എന്താകുന്നു? സ്നേഹം. നമുക്ക് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലേ, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, എന്താണത്? നീ മാലാഖമാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും അല്ലേ, നിനക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമ്മൾ മാലാഖമാരുടെ ഭാഷയിലാണ് സംസാരിക്കുക അല്ലേ. ദൈവത്തിന് സ്തുതിയും ദൈവത്തിന് പുകഴ്ചയും ആരാധനയും. വെളിപാടിന്റെ പുസ്തകം 19:6 പറയുന്നു, പിന്നെ വലിയ ഇടിമുഴക്കത്തിന്റെയും ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ശബ്ദമുള്ളൊരു സ്ഥലം ഞാൻ കേട്ടു, ഹല്ലേലൂയാ. കലിമേത്തി പറഞ്ഞേ, ഹല്ലേലൂയാ. അപ്പൊ നമ്മളൊക്കെ ദൈവത്തിന് സ്തുതികൾ നൽകുന്നവരാണ്, ഹല്ലേലൂയ പറയുന്നവരാണല്ലേ. അത് എവിടെയാണ് പറയുന്നത്? ധ്യാനകേന്ദ്രത്തില്. ഇത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഭവനത്തിലേക്ക്. ഭവനത്തിൽ ആരുണ്ട്? ദൈവം നൽകിയ അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പിന്നെ ആരുണ്ട്? അമ്മായിമ്മയുണ്ട്, നാത്തൂനാരുണ്ട്. നാത്തൂന്ന് കൂടെ പറയില്ലേ? ഉണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബം സ്വർഗമാണോ? നമ്മുടെ കുടുംബം സ്വർഗമാകേണ്ടേ? ഞാനാകുന്ന വ്യക്തിയുടെ സാന്നിധ്യം മൂലം എൻ്റെ കുടുംബം സ്വർഗമാണ്. ഞാനാകുന്ന വ്യക്തിയുടെ സാന്നിധ്യം മൂലം എൻ്റെ കുടുംബം സ്വർഗമാണ് എന്ന് പറയുവാൻ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് സാധിക്കുന്നു? കൈകൾ ഉയർത്തിയേൻ. ഞാനാകുന്ന വ്യക്തിയുടെ സാന്നിധ്യം മൂലം എൻ്റെ ഭവനം എന്താണ്? സ്വർഗമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. ഞാൻ എൻ്റെ ഭവനത്തിൽ മറ്റുള്ള അംഗങ്ങളുമായി കൂടുമ്പോൾ എൻ്റെ ഭവനത്തിൽ ഇമ്പമുണ്ട്. എത്ര പേർക്ക് പറയാൻ സാധിക്കും? കൈകൾ ഉയർത്തിയേൻ. അപ്പൊ നമ്മളിവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ സാന്നിധ്യം. നാളുകളായി, വർഷങ്ങളായി ഞാൻ വചനം ശ്രവിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ സാന്നിധ്യം, മറ്റുള്ളവരുടെ സാന്നിധ്യമല്ല പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനാംഗങ്ങൾക്ക്, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, എല്ലാ ഇടങ്ങളിലും എൻ്റെ സാന്നിധ്യം അവർക്ക് നന്മ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമ്പോഴാണ് നാം ഇവിടെ വരുന്നതിൽ അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മറ്റെല്ലാവരെയും വചനം കേൾക്കുവാൻ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഉപകരണമാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നത്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ.